സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഹാപ്പി ആയിട്ട് ജീവിക്കണം, നല്ല പോസിറ്റീവായിട്ട് നല്ല ഫൺ ചെയ്ത് എൻജോയ് ചെയ്ത് ഓരോ നിമിഷം അടിച്ച് പൊളിക്കണം എന്ന വിചാരമുള്ള ആളാണ് ഞാൻ. അതാണ് എൻ്റെ വ്ളോഗിൽ തന്നെ എപ്പോഴും ലൈഫ് അടിച്ച് പൊളിക്കണം എന്ന് പറയുന്നത്. ചില സമയത്ത് ചില സിറ്റുവേഷൻ കാരണം നമ്മൾ ചില മോഡിലേക്ക് മാറേണ്ടിയിരിക്കുന്നു, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാണ്. സംഭവം 2 ദിവസം മുമ്പ് ഞാൻ സൊമാറ്റോ ഡെലിവറി വർക്ക് ചെയ്യാൻ നേരത്ത്, അതായത് ഒരു 8-9 മണിക്ക് രാത്രി ഇറാനി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ഓർഡർ അടിച്ച് നേരെ നേമം ലൊക്കേഷനിൽ പോകണമായിരുന്നു. അപ്പോൾ ഓർഡർ ഞാൻ പിക്ക് ചെയ്ത് നമ്പർ നോക്കി എടുത്ത് കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ഓർഡറാണ്, വേറെ വിഷയമൊന്നുമില്ല. നേരെ കൊണ്ട് കസ്റ്റമർ കൈ കൊടുത്തപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഇത് എൻ്റെ ഓർഡർ അല്ല, ഇത് ഞാൻ ഓർഡർ ചെയ്ത് മന്തി റൈസ് ആണ്, ഇത് വന്നിരിക്കുന്ന ചിക്കൻ പീസസ് ആണ്, അപ്പോൾ നിങ്ങൾ ഓർഡർ മാറ്റിയെടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓർഡർ മാറ്റി എടുത്തതല്ല, ഇത് റെസ്റ്റോറൻറ്റ് സൈഡ് മിസ്റ്റേക്ക് ആണ്, ഞങ്ങൾ വെറും ഡെലിവറി ബോയ് മാത്രമാണ്, ഡെലിവറി ഫുഡ് എടുക്കുക കൊണ്ട് കൊടുക്കുക അത്ര തന്നെ, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റോറൻറ്റ് വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ സൊമാറ്റോ ആപ്പിൽ കയറി നിങ്ങൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. പുള്ളിക്ക് അതല്ല വിഷയം, പുള്ളിക്ക് എന്നിട്ട് ദേഷ്യം, അതായത് ഫുഡ് മാറിപ്പോയി. അപ്പോൾ ഫുഡ് മാറിയൊന്നുമില്ല, ഞാൻ അന്വേഷിച്ച കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അപ്പോൾ ആ സമയത്ത് പുള്ളിയുടെ ദേഷ്യവും ഒരു വൈരാഗ്യവും ആ ദേഷ്യം എൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഞാൻ മാക്സിമം എൻ്റെ സൈഡ് സപ്പോർട്ട് കൊടുത്ത് അവർക്ക് വേണ്ടിയിട്ട്, എൻ്റെ സമയം കളഞ്ഞ് സത്യം പറഞ്ഞാൽ നിൽക്കേണ്ട ആവശ്യമില്ല, ഡെലിവറി മാർക്ക് ചെയ്ത് അവിടെ നിന്ന് പോകാമായിരുന്നു. എന്നിട്ട് ഞാൻ പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ആ പുള്ളിക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ദേഷ്യം മാത്രമേ ഉള്ളൂ. എൻ്റെ അടുത്ത് ദേഷ്യം തീർക്കണം, എങ്ങനെയെങ്കിലും പൈസ എൻ്റെ പൈസ വാങ്ങണം. പുള്ളി ഓൺലൈൻ പെയ്ഡാണ്, പക്ഷെ എൻ്റെ പൈസ വാങ്ങി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അത് ഓപ്പണാ പറയുന്നില്ല, എന്നെ വിടുന്നില്ല അവിടെ നിന്ന് മെയിനായിട്ട്. ഞാനും മാക്സിമം സപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ബ്രോ എനിക്ക് അടുത്ത ഓർഡർ വെച്ച് നിൽക്കുകയാണ്, ഈ ഓർഡർ എടുത്തില്ല ഇൻസെൻറ്റീവ് കട്ടായി പോകും, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പോലും അങ്ങനെ വിടാൻ പറ്റുന്നില്ല, എനിക്ക് കാര്യം ക്ലിയർ ആയിട്ട് പോകുന്നു പറയുന്നത്. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നു. ആ സമയത്ത് ദേഷ്യം അടക്കി വെച്ചിരിക്കുകയാണ്. ശരി, നമ്മൾ കസ്റ്റമറാണ്, കസ്റ്റമർ നമ്മൾ കാണിക്കാൻ പാടില്ല, കാരണം നമ്മളൊരു കമ്പനി വർക്ക് ചെയ്യാണ്. അപ്പോൾ ആ കമ്പനി വർക്ക് ചെയ്യുമ്പോൾ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് കുറച്ച് നല്ല മാന്യമായിട്ട് പെരുമാറണം എന്നൊരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ പുള്ളി അങ്ങനെ നമ്മൾ കാണുന്നത് ഡെലിവറി ബോയ് അല്ലേ, ഇവനൊക്കെ ചോദിക്കാൻ പറയാൻ ആരുണ്ട്, മനസ്സിലായ? ഈ പുള്ളി എന്നല്ല, കുറച്ച് ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, അതായത് ഡെലിവറി ചെയ്യുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർക്കൊന്നും വലിയ ഇൻഫ്ലുവൻസ് ഇല്ല, ഇവന്മാർക്കൊന്നും ഹോൾഡ് ഇല്ല സിറ്റിക്കകത്ത്, ഇവന്മാരെ അടിച്ചാൽ പോലും ചോദിക്കാൻ ആളില്ല, ഈ വിചാരത്തോടെ പെരുമാറുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അതാണ് ഫസ്റ്റ് പറയണ്ട. എനിക്ക് ഡെലിവറി ജോബ് എന്ന് പറയുന്നത് ഒരു ജോലിയാണ്, അത് ചുമ്മാ ഓസിനാരും പൈസ തരണമല്ല. നിങ്ങളൊന്ന് ജോലി ചെയ്ത് നോക്കുക, ഒരു ദിവസം വേണ്ട, ഈ ഉച്ചയ്ക്ക് ഒരു 12 മണി 2 മണിക്കൂർ ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക, അപ്പം അറിയാം ആ ജോലിയിൽ കഷ്ടപ്പെടുന്നതെന്നുള്ളത്. ഈ ജോലിയിൽ ഫിസിക്കൽ കഷ്ടപ്പാട് മാത്രമല്ല, മെന്റലി ആയിട്ട് ഓരോ കസ്റ്റമർ പറയാൻ പറ്റില്ല, ചില കസ്റ്റമറിന്റെ സ്വഭാവ പെരുമാറ്റമൊക്കെ നമ്മൾ കാണിക്കുന്ന രീതി ഉണ്ടല്ലോ, ഇതെല്ലാം കണ്ട് സഹിച്ച് ഈ വിഷമമെല്ലാം വെളിയിൽ കാണിക്കാൻ പറ്റാതെ, വീട്ടിൽ വന്നും പറയാൻ പറ്റാതെ, കൂട്ടുകാരത്തിന് ഷെയർ ചെയ്യാതെ നമ്മൾ മനസ്സിനകത്ത് വച്ച് ഇങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ടാണ് ചില ഡെലിവറി ബോയ്സൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഓർഡർ കൊടുക്കാൻ നേരത്ത് കസ്റ്റമറെ കാണുമ്പോൾ മൈൻഡ് ചെയ്ത് പോണത്, ഫുഡ് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ പോയി കളയും, മുഖത്ത് നോക്കൂല. അതിന്റെ മെയിൻ കാരണം എന്താ പറയുക, അവർക്കുള്ളിൽ വിഷമങ്ങളാണ്, ആ ഒരു കുറെ ഇൻസൾട്ട് കെട്ടിക്കണം കുറെ ഇടത്തു നിന്നൊക്കെ. അപ്പൊ എല്ലാ കസ്റ്റമറുടെ അടുത്തും സംസാരിക്കാൻ പോകണ്ട, മുഖത്ത് നോക്കണ്ട, ചിരിക്കണ്ട, കൊടുക്കുക പോവുക, ആ നിമിഷം നിൽക്കില്ല, ഒരു കൊടുത്തുറങ്ങി പോയി കളയും. അതിന്റെ പോളെ മെയിൻ കാരണം എന്താ പറയുമോ, ആ വാങ്ങുന്ന സാധനത്തിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇവനെ പിടിച്ചു കളയും, മനസ്സിലായ? ഇപ്പൊ എന്നെ പിടിച്ചണ്ട, ഞാൻ അവിടെ സത്യം പറഞ്ഞാൽ ഞാൻ നിൽക്കാൻ പാടില്ലായിരുന്നു, ഓർഡർ കൊടുത്ത് ഉടനെ ഞങ്ങൾ പോകണമായിരുന്നു. ഞാൻ അവിടെ നിന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, ഇപ്പൊ എനിക്കൊരു സംഭവം നോക്കണമായിരുന്നു ഫോണിൽ. അങ്ങനെ നിന്നപ്പോഴാണ് ഈ പുള്ളിക്കാരൻ ബാക്കിൽ നിന്ന് ഓടി വന്നിട്ട് നിൽക്കണം, എവിടെ പോകണം എന്ന് പറഞ്ഞ് എൻ്റെ ചൊറിയാവുന്നത്. ആദ്യമൊക്കെ മാന്യമായിട്ട് സംസാരിച്ചോണ്ടെങ്കിൽ അന്ന് ആള്, അതായത് ഇപ്പൊ എനിക്ക് ഓർഡർ അടിച്ച് അടുത്ത പോയാലേ പറ്റൂ, ആ കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്ക് എന്നെ വിടാൻ മനസ്സില്ല, എന്നെ എങ്ങനെയും പിടിച്ചു ചേർത്തി എന്നെ രണ്ട് തെറി വിളിക്കണം, അല്ലെങ്കിൽ പൈസ പിടിച്ച് വാങ്ങണം. അതാണ് പുള്ളി ട്രൈ ചെയ്തത്. ഓക്കെ, നമ്മൾ ടോപ്പിക്ക് മാറി ഇങ്ങോട്ടോ പോയി ഇവിടെ വരാം. ഓക്കെ, അപ്പൊ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ബ്രോ, ഞാൻ ഇപ്പൊ എന്തായാലും അങ്ങോട്ട് പോവാം, കരമലിലോട്ട് പോവാം, പോകുന്ന വഴി കയറി റെസ്റ്റോറൻറ്റിൽ പോയി ചോദിച്ച് നിങ്ങൾ വിളിച്ച് പറയാം ഫുഡ് മാറി കേസ് എന്താണെന്ന് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. എന്നിട്ട് പുള്ളിനെ വിടുന്നില്ല. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ അപ്പോഴത്തേക്ക് പുള്ളിയുടെ സംസാരം മാറി. നീ ഇവിടെ പോകണം, നീ ഇവിടെ നില്ല് പറഞ്ഞു പോയാൽ മതി, നീ വാ പോന്ന് വിളിച്ചോളാം. ഞാൻ പറഞ്ഞു നീ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിങ്ങളെ മര്യാദ സംസാരിക്കില്ലേ, എന്നെക്കാളും വയസ്സ് ചെറിയ പ്രായമാണ്, ചിലപ്പോൾ എൻ്റെ പ്രായം കാണില്ല, എന്നെക്കാളും വയസ്സ് ചെറിയ പ്രായമാണ്. വയസ്സ് വേണ്ട, ഒരു പുതിയൊരാളെ കാണുമ്പോൾ ഒരു സാമാന്യം മര്യാദ കൊടുക്കണം എന്നുള്ള വിചാരം പോലും ആ പുള്ളിക്കില്ല. ചിലപ്പോൾ ആ പുള്ളി വിശന്നിരിക്കണമായിരിക്കാം, പൈസ വിഷമായിരിക്കാം, എന്തെങ്കിലും ആവട്ടെ, ഇങ്ങനെ സംസാരിക്കണത്. ആ കൂടെ ഒരു കൊച്ചു കുട്ടിയുണ്ട്, അയാൾക്ക് ആ കുട്ടിയുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കണത് ഒരാളടുത്ത് പോയി. സത്യം പറഞ്ഞാൽ ആ സമയത്താണ് തോന്നിയത്, കാരണം പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്ത് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം, എന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ അവസാനിക്കുള്ളൂ. ഒന്നല്ലെങ്കിൽ എന്നെ അടിച്ചാൽ തിരിച്ചടിക്കും, അത് ഉറപ്പാണ്. കാരണം എൻ്റെ ദേഹം നൊന്നു ഞാൻ ചുമ്മാ അടിക്കുമോ, ഞാൻ അടിക്കും എന്തായാലും. അപ്പൊ അടി കൂടുമ്പോൾ എന്താവും, എന്ത് വേണം സംഭവിക്കാം, ചിലപ്പോൾ എനിക്കിന്ന് സംഭവിക്കാം, ചിലപ്പോൾ അവനൊന്നും സംഭവിക്കാം. അതിപ്പോൾ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്താണെന്നുള്ളത്. ഇപ്പൊ ഞാനൊക്കെ സത്യം പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മെയിൻ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയാണ്. എനിക്കൊന്നൊരു ഫാമിലി ഉണ്ട്, എനിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മാക്സിമം പ്രശ്നം സോൾവ് ആക്കാൻ നോക്കുള്ളൂ, പ്രശ്നത്തിൽ പോകില്ല. അപ്പോൾ ഇതൊക്കെ കുറേ ആൾക്കാർ യൂസ് ചെയ്യണം. അവരുടെ വിചാരം എന്താ പറയുമോ, ഞാൻ വലിയ കിടിലാണ്, എന്താ ഞാൻ വലിയ KGF യാഷാണ്, ഞാൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പേടിക്കും. പേടിയല്ല, പ്രശ്നം വേണ്ട ഒതുങ്ങി പോണത്.
കാരണം നമുക്ക് 100,000 പ്രശ്നങ്ങളുണ്ട്, അത് നോക്കാനേ സമയമില്ല. അതിനിടയ്ക്ക് ഇതും കൂടെ തലയെടുത്ത് വെക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. അത് പേടിച്ചിട്ടല്ല, നീ ഇടിച്ച ഞാനും ഇടിക്കും ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ആ സമയത്ത് സോൾവ് ആക്കാൻ നോക്കുമ്പോൾ പുള്ളി സോൾവ് ആകാൻ താല്പര്യപ്പെടില്ല, റോങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ബ്ലോഗറാണ് ബ്രോ, യൂട്യൂബറാണ്, ഞാൻ ഇപ്പോൾ ലൈവ് ഇടുന്നു പറഞ്ഞപ്പോഴാണ് പുള്ളിക്ക് കുറച്ചൊരു മുഖം പെട്ടെന്ന് മാറ്റം വന്നത് പുള്ളിയുടെ. എന്നിട്ട് പുള്ളി ഈഗോ വിടില്ല, പുള്ളിയുടെ ഈഗോ ഭയങ്കര നിൽക്കുകയാണ്. ഞാൻ പയ്യെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചത് പുള്ളി ഇങ്ങനെ ഇടിക്കാൻ വന്നു. അപ്പോൾ പോടാ, ഞാൻ ഇടിയും, ക്യാമറ നീ കാണില്ല, എനിക്കെന്ത്, നീ കാണിക്കുന്ന ഓരോ പ്രവൃത്തി നീ ആരാണെന്ന് തെളിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായല്ലോ. അതുകൊണ്ട് നീ ആരാണെന്ന് എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്, ഞാൻ ആരെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണ് വ്ളോഗ് ചെയ്തത് മനഃപൂർവ്വം. അതുകൊണ്ട് ചില ആൾക്കാർ വിചാരമുണ്ട് ഞാൻ വലിയ സംഭവമാണ്, ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മുന്നേ ആരും നിൽക്കില്ല. അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ ആ നിമിഷം ദൈവം അടുത്ത പണി ഒന്ന് കൊടുക്കും. നമ്മൾ ആരുമേ വലിയ സംഭവമില്ല, വലിയ കിടിലോ ഇല്ല, വലിയ KGF യാഷ് റോക്കി ബായ് ഒന്നും ഇല്ല. ഓക്കെ, നമ്മളെല്ലാം സാധാരണ മനുഷ്യന്മാർ തന്നെ. പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ സ്നേഹമായിട്ട് പോകാൻ മാക്സിമം നോക്കുക. ഒരു തൊഴിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടാവും, അത് നമ്മൾ മാക്സിമം സോൾവ് ചെയ്യാൻ നോക്കുക. അത് അടിയുണ്ടാക്കി സോൾവ് ആക്കാൻ നോക്കിയാൽ സോൾവ് ആവില്ല. അടിയുണ്ടാക്കി കഴിഞ്ഞാൽ അത് പ്രശ്നം വലുതാവുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വലിയ കറക്റ്റായിട്ട് എല്ലാം ചെയ്യുന്ന ആളൊന്നുമില്ല. ചില സമയത്ത് ഞാനും ഓർഡർ മാറി എടുത്ത് കൊടുത്തിട്ടുണ്ട് കസ്റ്റമറിനൊക്കെ. ആ സമയത്ത് ഞാൻ കസ്റ്റമറിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് തിരിച്ച് റെസ്റ്റോറൻറ്റ് എത്ര കിലോമീറ്റർ ഉണ്ടെങ്കിലും അവിടെ പോകും. ചിലപ്പോൾ 8 കിലോമീറ്റർ ദൂരം റെസ്റ്റോറൻറ്റുമായിട്ട്. കസ്റ്റമറിന് പറയും, സാർ ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഒരു 10-15 മിനിറ്റ് ഞാൻ ഓടി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ ഫുഡ് എടുത്തുകൊണ്ട് പോയി, ഞാൻ എൻ്റെ സൈഡ് മിസ്റ്റേക്ക് ആയതുകൊണ്ട് ഞാൻ ഫുഡ് മാറ്റി കൊടുത്തിട്ടുണ്ട് പല പ്രാവശ്യവും. ആ സമയത്ത് നമ്മൾ സൊമാറ്റോ ആപ്പ് ഓഫ്ലൈൻ ആയിക്കളയും, കാരണം നമ്മളെ സൈഡ് മിസ്റ്റേക്കാണ്. പക്ഷേ ഇതെൻ്റെ സൈഡ് മിസ്റ്റേക്ക് അല്ല, ഇത് റെസ്റ്റോറൻറ്റ് സൈഡ് മിസ്റ്റേക്ക് അല്ല. റെസ്റ്റോറൻറ്റുകാർ പറഞ്ഞെന്നറിയാമോ, ഞാൻ ചോദിച്ചെടുത്തു, അവർ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇവർ മാർക്ക് ചെയ്ത ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ മന്തി പീസസ് ആണ്. ഇവർക്ക് ആവശ്യമുള്ള ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ മന്തി റൈസ് ആണ്. 2 വ്യത്യാസമുണ്ട്. ചിക്കൻ മന്തി പീസസ് എന്ന് പറഞ്ഞത് ഇറച്ചി മാത്രമേ കാണുള്ളൂ, ചോറ് കാണൂല. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യേണ്ടത് എന്താണ്, ക്വാർട്ടർ ചിക്കൻ മന്തി എന്ന് ഓർഡർ ചെയ്യണം. ഇതാണ് റെസ്റ്റോറൻറ്റുകാർ പറഞ്ഞത്. അപ്പോൾ അവർ ഓർഡർ ചെയ്ത മിസ്റ്റേക്കാണ് ബ്രോ, ഇത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ലാണ്ട് അവർ പറഞ്ഞു, ഇറാനി റെസ്റ്റോറൻറ്റുകാർ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗത്ത് എൻ്റെ മിസ്റ്റേക്ക് ഇല്ല. അപ്പോൾ എന്നെ കയറി എന്തിനാ ആവശ്യം ചൊറിയാൻ വന്നത്? അപ്പോൾ ഞാൻ പറയാവുന്ന വിഷയം വേറെ ഒന്നുമില്ല. ഇതുപോലെ കുറേ KGF റോക്കി ബോയ്സ് നമ്മളെ നാട്ടിൽ കുറച്ച് പേരുണ്ട്. അവരടുത്ത് പ്രത്യേകം പറയാണ്, നിങ്ങൾക്ക് ഇതുപോലെ സൊമാറ്റോ എന്നല്ല, ഇതുപോലെ ഡെലിവറി ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രം യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ ആരെയും കൊടുത്ത് യൂസ് ചെയ്യിപ്പിക്കുക. വെറുതെ നിങ്ങൾ എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും ഓർഡർ വന്നിട്ട് ലാസ്റ്റ് നമ്മളെ തലയിൽ കയറിയിട്ട് ഒരു കാര്യമില്ല. നമ്മളൊക്കെ വെറും ഡെലിവറിയാണ്. ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ഒരു പോസ്റ്റ്മാൻ അത്ര തന്നെ. നിങ്ങൾക്ക് ഒരാൾ കത്തയക്കുകയാണ് ഒരു നാട്ടിൽ നിന്ന്, ആ കത്ത് വാങ്ങുന്നു, നിങ്ങളുടെ കയ്യിൽ തരുന്നു, അത്ര തന്നെ. ആ കത്തിനകത്തുള്ള സംഭവം ഇതിനകത്ത് ഇതൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഇതൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പോസ്റ്റ്മാനായിട്ട് ചാടിയിട്ട് കാര്യമുണ്ടാ ഇല്ല. അപ്പോൾ ആരാണ് അയച്ച അയാളെ ചാടണം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. ഇതിനും സിമ്പിളായിട്ട് എനിക്ക് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞു. സൊമാറ്റോ ആപ്പ് അങ്ങനെ തന്നെ. സൊമാറ്റോ ആപ്പിൻ്റെ അകത്ത് പറഞ്ഞ മെനു കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ സൊമാറ്റോ ചെയ്യുന്നതല്ല, അതൊക്കെ റെസ്റ്റോറൻറ്റുകാർ അവർ ഇഷ്ടപ്പെടി കൊടുക്കുന്ന ഫോട്ടോസും ആൻഡ് മെനു കാർഡൊക്കെയാണ്, അതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിൽ കാണിക്കുന്ന പേരും കാര്യങ്ങളും നിങ്ങൾക്ക് കൺഫ്യൂസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറാനി റെസ്റ്റോറൻറ്റ് വിളിച്ച് ചോദിക്കണം. സൊമാറ്റോ വിളിച്ച് ചോദിച്ചാൽ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഓർഡർ ഡിലേ ആയാൽ വിളിച്ച് ചോദിക്കാം സൊമാറ്റോയിൽ, കുഴപ്പമില്ല. വന്ന ഓർഡർ മാറിപ്പോയാൽ വിളിച്ച് ചോദിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ പാക്കിങ് ശരിയല്ലെങ്കിൽ വിളിച്ച് ചോദിക്കാം. ഇതുപോലത്തെ ചില കാര്യങ്ങൾ മാത്രം ചോദിക്കാൻ പാടില്ല. അല്ലാതെ വന്ന ഫുഡ് മാറിപ്പോയി നമ്മൾ ക്ലാരിഫൈ ചെയ്യുകയാണ് നിങ്ങളടുത്ത്. അപ്പോൾ നിങ്ങൾ ക്ലാരിഫൈ ആയിട്ടും അത് ആവൂല. അതായത് കട്ടവനെ കിട്ടിയെന്നുണ്ടെങ്കിൽ കിട്ടിയവനടുത്ത് അകത്താക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. നിങ്ങളിപ്പോൾ ആൾക്കാരൊക്കെ, നമ്മൾ പാവപ്പെട്ട ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ. കുറേ കൊച്ചു പയ്യന്മാർ വീട്ടുകാർ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടും അവർക്കുള്ള പൈസ ആവശ്യത്തിന് വേണ്ടിയിട്ടും കിടന്ന് ഓടുകയാണ്, വർക്ക് ചെയ്യാണ്ടി കിടന്ന്. അപ്പോൾ അവരൊക്കെ ഓൾറെഡി ഒരുപാട് വിഷമത്തിലും സങ്കടത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് നിങ്ങളെപ്പോലത്തെ ആൾക്കാർ വന്ന് എന്തിനു കിടന്ന് കാണിക്കുന്നത്? കുറച്ചെങ്കിലും മനസാക്ഷി വേണ്ട നിങ്ങൾക്ക്. നിങ്ങളിൽ പണം ഉണ്ടെങ്കിൽ നല്ല സെറ്റിലാണെങ്കിൽ പാവപ്പെട്ടവൻ കണ്ട ബഹുമാനിക്കേണ്ട ഒരു സാമാന്യ മര്യാദ. അവനൊന്നും ഇല്ല, നമുക്ക് നല്ല സെറ്റിലാണ്, അവർക്ക് എന്തെങ്കിലും സഹായിക്കുക, സഹായം പോലും വേണ്ട, ശല്യപ്പെടുത്താതെ എന്നാൽ മതി. ഇതിങ്ങ് ചെയ്യാൻ പറ്റൂലേ? അതായത് ഇവരെ പോലത്തെ ആൾക്കാരൊക്കെ തരത്തിന് കളിക്കാൻ പോകില്ല, അടികെട്ടെന്ന് അറിയാം. ഇതുപോലെ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കൂല, പേടിച്ച് പോകുന്നുള്ള വിചാരം ഉണ്ടല്ലോ, അത് ഇവിടെ നടക്കൂല, മനസ്സിലായ? അപ്പോൾ ആ സമയത്ത് പുള്ളി വിചാരിച്ച് ഞാൻ വെറും ഒരു ഡെലിവറി ബോയ് ആയിരിക്കും. അപ്പം മനസ്സിലാക്കണം, വരുന്ന ആൾക്കാർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആർക്കും കൂടെ. നിങ്ങൾ വീട്ടിൽ വരുന്ന ഓരോ ഡെലിവറി ബോയും അങ്ങനെ നിൽക്കില്ല ലൈഫ് ടൈം ഫുള്ളായിട്ട്. അവർ അതോ ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ കോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ചിലപ്പോൾ അവരൊരു 5-10 വർഷം കഴിഞ്ഞ് നിൽക്കുന്ന പൊസിഷൻ വേറെ ആയിരിക്കും. അപ്പം അന്ന് നിങ്ങളൊന്നും അവരെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആര് എങ്ങനെ ആവും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ബേസിക്കായിട്ട് എല്ലാവരെയും ഒന്ന് ബഹുമാനിക്കാൻ പഠിക്കുക, അത്ര. ബഹുമാനം കൊടുക്കുക തെറ്റൊന്നുമില്ല, സ്നേഹിക്കേണ്ട, ഒരു സാമാന്യ മനുഷ്യത്വം കാണിച്ചാൽ മതി. കഷ്ടപ്പെട്ട് വെയിലത്തും മഴയത്തും കിടന്ന് വർക്ക് ചെയ്ത് നമ്മളെ വീട് വരെ കൊണ്ടുവരണം. അപ്പം നമ്മൾ അവർക്ക് ടിപ്പ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, അവർ മനസ്സ് വിഷമിപ്പിക്കാതെ അവരൊന്നും പറഞ്ഞയക്കും, അത്ര തന്നെ. അതൊന്നും ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ ഒരു കാര്യം പറയാനുണ്ട്, ചില ഫ്ലാറ്റിൽ, ഇത് ഞാൻ കുറേ ഇടത്ത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ഇടയ്ക്ക് പോലും ഒരു വാട്സാപ്പിൽ മെസ്സേജ് കണ്ടായിരുന്നു ഒരു പുള്ളിയുടെ. ആ പുള്ളി വിഷമിച്ച് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ അകത്ത് ഒരു 4 നില കയറണം. അപ്പോൾ ലിഫ്റ്റ് വർക്കിംഗ് അല്ല. അപ്പോൾ ലിഫ്റ്റ് വർക്കിംഗ് അല്ലാത്ത കാര്യം ഫ്ലാറ്റിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ കസ്റ്റമർ എന്ത് ചെയ്യണം? കസ്റ്റമറാണ് ഇറങ്ങി വരേണ്ടത്. നമ്മൾ ഇത്രയും ദൂരം വെയിലത്ത് വണ്ടി ഓടിച്ച്
ആ ഫ്ലാറ്റിൻ്റെ അതുവരെ നമുക്കുള്ളൂ പേയ്മെൻറ്റ്. ആ ഫ്ലാറ്റിൽ നിന്ന് പടി കയറുന്ന പേയ്മെൻറ്റ് നമുക്കില്ല, 4 നില കയറാനുള്ള പേയ്മെൻറ്റ് നമുക്കില്ല. ശരി, നമ്മൾ കയറി വരാം, നമ്മൾ 2 നില കയറാം, നിങ്ങൾ 2 നില ഇറങ്ങി വാ. 4 നിലയിൽ നമ്മൾ തന്നെ കയറി പോകണമെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ 4 നില കയറണമെങ്കിൽ എന്തെങ്കിലും പൈസ തരും ആരെങ്കിലും? തരൂല. ചില കസ്റ്റമർ ട്രിപ്പ് വരും, ഇല്ലെന്ന് പറയുന്നില്ല. നമുക്ക് ഒരുപാട് ഇനി ഓർഡർ എടുക്കാൻ സമയം ഉണ്ട് കേട്ടോ. അപ്പം അത്രയും ഓർഡർ കംപ്ലീറ്റ് ഇൻസെൻറ്റീവ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഫ്ലാറ്റിൽ കയറി ഇറങ്ങുമ്പോഴത്തേക്കും ഉള്ള എനർജിയും പോവുകയാണ്. അപ്പോൾ ഇതുപോലെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർ വേണ്ടി പറയാണ്, നിങ്ങളെ ഫ്ലാറ്റിൽ ലിഫ്റ്റ് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സൈഡ് ഇഷ്യൂ ആണ്, നമ്മളെ ഇഷ്യൂ ഇല്ല. നമ്മൾ ആ ഫ്ലാറ്റിൻ്റെ ലൊക്കേഷൻ വരെ വരിക, അവിടെ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ കയറി നമുക്ക് മാളി വരാം. അല്ലാതെ നമ്മൾ പടി കയറി വരണമെന്ന് പറഞ്ഞാൽ അതൊരു നിയമവും ഇല്ല, അത് മനുഷ്യത്വമല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ വേണം ഫുൾ പടി ഇറങ്ങി വരാൻ. ഫുൾ പടി ഇറങ്ങേണ്ട പോട്ട്. ഞങ്ങൾ 4 നില ആണെങ്കിൽ 2 നില കയറാം, നിങ്ങൾ 2 നില ഇറങ്ങി വാ. ഇതൊക്കെ ചെയ്യ്. ചുമ്മാ തിന്ന് വീട്ടിനകത്ത് ഇരുന്ന. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തെറ്റാണോ ശരിയാണെന്നൊക്കെ അറിഞ്ഞൂടാ. പക്ഷേ ഞാനിപ്പം കുറേ ആൾക്കാരുടെ ചോദിച്ചപ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെ ഫ്ലാറ്റിൽ പോകാൻ നേരത്തുള്ള ഇഷ്യൂസാണ്. അതേപോലെ ചില സെക്യൂരിറ്റിമാരുടെ സ്വഭാവം ഭയങ്കര മോശമാണ്. അവർ വണ്ടി എവിടെ പാർക്ക് ചെയ്യണമെന്ന് പറയില്ല. നമ്മളവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ ഉടനെ അവിടെ നിന്ന് മാറ്റേ എന്ന് വിളിക്കാൻ ആർക്കാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? നമ്മളൊക്കെ ഒരു പോലീസുകാരെ പറഞ്ഞു, കോൺസ്റ്റബിൾ ഒരു എൻക്വയറിക്ക് പറഞ്ഞു ഫ്ലാറ്റിനകത്ത് ബൈക്ക് കൊണ്ട് പാർക്ക് ചെയ്യണം. പോലീസേ അടുത്ത് മാറ്റാൻ നിങ്ങൾ പറയുമോ? സാർ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യില്ല സാർ, കുറച്ച് അപ്പുറത്ത് എന്നല്ലേ പറയുള്ളൂ. അതെന്തോന്ന്? അതെന്താണ് സംഭവം അത്? അപ്പോൾ നമ്മളെ കണ്ട് എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക്? സിനിമയിൽ വന്നിട്ട് ഹീറോ വന്നിട്ട് പാവപ്പെട്ടവരെ സഹായിച്ചു കഴിഞ്ഞാൽ പോളി പോടാ ഹിറ്റ്. അതേ റിയൽ ലൈഫിൽ ഒറ്റം ചെയ്യില്ല. ചെയ്യും, കുറച്ച് ആൾക്കാർ ചെയ്യില്ലെന്ന് പറയല്ല, കുറച്ച് കൂടുതൽ ആൾക്കാർ ചെയ്യണില്ല. ചുമ്മാ ഷോ മാത്രമേ ഉള്ളൂ, സിനിമയെ കണ്ട് റീൽസ് ഇടണമൊക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടല്ല. കഴിഞ്ഞ വ്ളോഗിൽ കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു, ബ്രോ ചുമ്മാ വിടാൻ പാടില്ല, ഇയാളുടെ പേരിൽ പോലീസ് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. സത്യം പറഞ്ഞാൽ കേസ് കൊടുക്കണമായിരുന്നു ഇയാളുടെ പേരിലോട്ട്. കാരണം ഈ പുള്ളിക്കാരൻ എന്നെ അടിക്കാൻ വന്നതാണ്. ആ ക്യാമറ ഓൺ ആയിരുന്നുണ്ടെങ്കിൽ പുള്ളിനെ അടിച്ചാണ്, ഉറപ്പാണ്. അപ്പം ഇതേപോലെ ഈ പുള്ളി റിപ്പീറ്റ് ആവർത്തിക്കും. ഇനി വരുന്ന ആൾക്കാരുടെ അടുത്ത് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആൾക്കാർക്ക് സേഫ്റ്റി ഇല്ല മെയിനായിട്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ കേസ് കൊടുക്കാൻ പോയില്ല. അതിൻ്റെ മെയിൻ റീസൺ വേറെ ഒന്നുമില്ല. ഇയാൾക്കൊരു ഉഗ്രം പണിഷ്മെൻറ്റ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഈ വ്ളോഗ് വഴി. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ കുറേ കമൻറ്റ്സ് വന്ന് കുറേ ആൾക്ക് കാണുകയും ചെയ്തു. ഇയാളുടെ മൊത്തം ഇമേജ് അവിടെ ഇല്ലാതായല്ലോ, തീർന്നല്ലോ, ഇത്രയേ ഉള്ളൂ, മനസ്സിലായല്ലോ. അതുകൊണ്ട് മാക്സിമം എല്ലായിടത്തും സ്നേഹമായിട്ട് പോകാൻ നോക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നല്ലപോലെ പീസ്ഫുള്ളായിട്ട് സോൾവ് ചെയ്യാൻ നോക്കുക. അടിപിടിയിൽ പോയി തീർക്കണം എന്നുണ്ടെങ്കിൽ അത് തീരൂല, അത് പ്രശ്നം വലുതായി കൊണ്ടിരിക്കുള്ളൂ. എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞാണ് ഇതുപോലെ വേറെ ജോലിക്ക് പോകാൻ ബ്രോ, എന്തിന് വർക്ക് ചെയ്യണം ആവശ്യമില്ല, ഇവരെയൊക്കെ വായിന്ന് കേൾക്കണമെന്നുണ്ട്. ഏത് ജോലിക്ക് പോയാലും ശരി, പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. നമ്മളതിന് ഫേസ് ചെയ്യാൻ തയ്യാറാക്കണം. അത്ര തന്നെ. നമ്മളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഗട്ട്സ് നമുക്ക് വേണം. വിട്ടുകൊടുത്തൊരിക്കലും പോവല്ലേ. അത് നമ്മളെ ബോസ് ആയാലും ശരി, കയറി ഉടക്കാൻ പറഞ്ഞല്ല, നമ്മളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അത് പറയുക, ഇതുകൊണ്ടാണ് സംഭവിച്ചെന്നുള്ളത്. അല്ലാതെ സാർ ശരി കേട്ടോണ്ടെന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് വരെയും അടിമയായിട്ട് കിടക്കാൻ തന്നെ. അപ്പോൾ നിങ്ങളിൽ കുറേ പേര് പറയും ബ്രോ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോയിട്ട് സൈഡായിട്ട് ചെയ്താൽ പോരെ യൂട്യൂബ്. അങ്ങനെ ചെയ്യാൻ പറ്റൂല. നിങ്ങൾ ഒരു കമ്പനി നമ്മൾ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ ആയിരിക്കണം ഫുൾ ഫോക്കസ്ഡ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വഴി ചൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ പോയി നിൽക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ ആരെയും പറ്റിക്കുന്നില്ല, ആരെയും ദ്രോഹിക്കുന്നില്ല, ആരെയും വിഷമിപ്പിക്കുന്നില്ല. എൻ്റെ ജോലിയെ കറക്റ്റായി ചെയ്യണം. ഞാൻ കറക്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫാമിലി നോക്കിക്കൊണ്ട്. ഇനി ബാക്കിയുള്ളത് ഉണ്ടല്ലോ ആൾ നോക്കിയുള്ളൂ, അത്ര തന്നെ. സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമുണ്ട്. കാരണം ഒരു കസ്റ്റമറിൻ്റെ കാരണം നമ്മൾ എല്ലാ കസ്റ്റമറിനെയും അതേ കാഴ്ചപ്പാട് കണ്ടിരിക്കുന്നു. ആരെങ്ങനെ പെരുമാറുന്നു അറിഞ്ഞൂടല്ലോ, മനസ്സിലായോ? ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞത് എല്ലാ കസ്റ്റമറിൻ്റെ അടുത്ത് നല്ലപോലെ ചിരിച്ചുകൊണ്ടാണ് ഫുഡ് കൊടുക്കുന്നത്. നല്ലപോലെ അവർ താങ്ക്സ് പറയും, ഞാൻ തിരിച്ച് വെൽക്കം പറയും. ആ ഒരു ഫ്രണ്ട്ഷിപ്പിലാണ് ഞാൻ അങ്ങനെ പോകുന്നത് എല്ലായിടത്തും. ചില കസ്റ്റമറിനെ കാണിക്കുമ്പോൾ നമ്മൾ ടോട്ടലായിട്ടൊരു അവോയ്ഡ് തോന്നുകയാണ്. ആരുടെ നോക്കണ്ട, ചിരിക്കണ്ട, ഫുഡ് കൊടുക്കുക, നിൽക്കാൻ പാടില്ല, പൊയ്ക്കോണം എന്നൊരു മൈൻഡ് സെറ്റ് തോന്നിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുപോലെയാണ് എല്ലാവർക്കും ഉണ്ടാവുന്നത്, മനസ്സിലായ? അവർ മനഃപൂർവ്വം മൈൻഡ് ചെയ്ത് പോകണമല്ല, അവരെ അങ്ങനെ ആക്കുകയാണ് നിങ്ങളൊക്കെ ചേർന്ന് എല്ലാവരും. ഓക്കെ, എത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. അപ്പം വേണ്ട, ഇത്ര. ബൈ, സീ യു, ടാറ്റ.